സ്വർഗമുണ്ടാക്കുന്നവരാണ്. അപ്പൊ തപസ്സും സേവനവും ഉണ്ടെങ്കിൽ സത്വഗുണവും സ്വർഗവും ആരിലാണോ കാമവും ക്രോധവും ലോഭവും ഉള്ളത് അവര് നരകത്തിലുമാണ്. അപ്പം ഓരോരുത്തരുടെയും മനസ്സാണ് നിശ്ചയിക്കുന്നത്, സ്വർഗത്തിലാവണോ, ഒക്കെ പറയൂ, നരകത്തിലാണോ. ഇതാണ് ഉള്ളൂർ എഴുതി വെച്ചത്. തനിക്ക് താനേ പണിവതു നാഗം, നരകവും അതുപോലെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ പഠനം എവിടെ കിടക്കണം? ഇതൊരു വാസ്തവമാണ്. നമുക്കിവിടെ തന്നെ പലരുടെയും ജീവിതം കണ്ടാൽ അറിയാം. ഈ പറഞ്ഞ ഈ തരത്തിലുള്ള സ്വാർത്ഥതയിലും ലുബ്ധതയിലും ജീവിക്കുന്നവന്റെ ജീവിതം ഇവിടെ നരകാണോ സ്വർഗാണോ? പറയൂ. എല്ലാവരും അവഗണിക്കും, എല്ലാവരും വെറുക്കും, എല്ലാവരും ഒറ്റപ്പെടുത്തും. ഉണ്ടോ? ആണോ അല്ലയോ? അപ്പൊ പിന്നെ അവന്റെ ജീവിതം നരകാവാതിരിക്കുമോ? ഈ തരത്തിൽ തൻ്റെ ജീവിതത്തെ താൻ തന്നെ തനിക്ക് താനേ പണിവതു